മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. നമ്മുടെ ആദിലയുടെയും നൂറയുടെയും കയ്യിൽ നിന്നും പോയിരിക്കുന്നൊരവസ്ഥയാണ്. അതായത് ഗെയിം മൊത്തത്തിൽ പോയി. നല്ല രീതിയിൽ ഹൗസിനുള്ളിൽ നിന്നും ഹേറ്റാണ് ഇപ്പോൾ ആദിലയ്ക്ക്. അതുകൊണ്ട് തന്നെ ആദിലയുടെ മൈൻഡും ഡിസ്റ്റർബാണ്. എന്തായാലും ഇപ്പോൾ എപ്പിസോഡിൽ കണ്ട ഒരു കാര്യമാണ്, ആദിലയും നൂറയും കൂടി നമ്മുടെ ഷാനവാസിനോട് ഇരുന്ന് സംസാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വെളുപ്പാങ്കാലം ഒരു 4-4:30 ആ ടൈമിലാണ് ഇവരിരുന്ന് സംസാരിക്കുന്നത്. എന്തായാലും ആദിലയ്ക്ക് തെറ്റുപറ്റിപ്പോയെന്ന് ഷാനവാസിനോട് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. ഷാനവാസിന് എന്തായാലും ഈ കാര്യത്തിൽ സമ്മതിക്കണം കേട്ടോ. ഷാനവാസ് ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതിയത്. ആദില പിന്നിൽ നിന്ന് കുത്തി എന്നറിഞ്ഞിട്ട് പോലും ഷാനവാസ് ആദിലയ്ക്കെതിരെയും വലുതായിട്ടൊന്നും സംസാരിച്ചില്ല. ചിലപ്പോൾ ആദിലേനെയും നൂറയെയും ഷാനവാസ് പെങ്ങളായിട്ട് തന്നെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ടാവാം ഇവർക്കെതിരെയും സംസാരിക്കാതിരുന്നത്. എന്തായാലും ഇപ്പോൾ വ്യക്തമായി ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നെവീനെതിരെ ഇങ്ങനൊരു ആരോപണവുമായി വന്നിട്ടില്ല. കാരണം എനിക്ക് അവൻ്റെ ഇമേജ് ഇങ്ങനെ നശിപ്പിക്കണമെന്നോ ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ ഒരു ദുരാനുഭവം ഉണ്ടായ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ അത് മനസ്സിൽ വെച്ച് അന്ന് നെവീനുമായി ഞാൻ മല്ലിയിലയുടെ പ്രശ്നം വന്ന സമയത്ത് നെവീനോട് നീ പറഞ്ഞു വൃത്തികെട്ട കാർഡ് ഇറക്കരുത് എന്ന്. നീ ആ സമയത്ത് നെവീൻ്റെ വായടപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വേർഡാണ് വൃത്തികെട്ട കാർഡ് എന്ന്. എന്നാൽ നെവീൻ അതിൽ കയറി പിടിക്കുമെന്ന് നീ കരുതിയില്ല. ആ വൃത്തികെട്ട കാർഡ് എന്താണെന്ന് അറിയണമെന്ന് നെവീൻ വാശി പിടിച്ചു. അതുകൊണ്ട് നീയാണ് എന്നോട് വന്ന് ചോദിച്ചത്, ഇക്ക ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോയി, നെവീൻ ഇപ്പോൾ വൃത്തികെട്ട കാർഡ് എന്താണെന്ന് അറിയണം, ഞാൻ ഇക്കയുടെ ഈ ഒരു കാര്യം എടുത്തിട്ടോട്ടെ. നീ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നീ പെട്ടിരിക്കുവാണെന്ന്. അങ്ങനെ നിന്നെ പെടുത്താൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ സമ്മതിച്ചതും നിന്നോടത് പറഞ്ഞോളാൻ പറഞ്ഞതും. അങ്ങനെയാണ് നീ ഓപ്പൺ നോമിനേഷൻ്റെ സമയത്ത് നെവീനെ ആ കാര്യം പറഞ്ഞ് നോമിനേറ്റ് ചെയ്തത്. ഇതെല്ലാം സംഭവിച്ചതും ഇതെല്ലാം ഞാൻ സഹിച്ചതും നിനക്ക് വേണ്ടിയാണ്. എന്നിട്ട് റിയാസ് വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ഹിൻഡ് കിട്ടിയത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, നീ പെട്ടെന്ന് ചേഞ്ചായി. നീ ചെയ്തത് തെറ്റായിപ്പോയി, നെവീനോട് പോയി മാപ്പ് പറയുന്നു, കോംപ്രമൈസ് ടോക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഒറ്റയ്ക്കായി, ഞാൻ തെറ്റുകാരനായി. പിന്നെ അക്ബറൊക്കെ ആണെങ്കിൽ ചെറിയൊരു കാര്യം കിട്ടാൻ നോക്കിയിരിക്കുകയാണ് വളച്ചൊടിക്കാൻ വേണ്ടി. പക്ഷേ ഞാൻ അത്തരക്കാരനല്ല. എനിക്ക് നെവീനെ ഒരു ചീത്തപ്പേര് കേൾപ്പിക്കണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ ദുരനുഭവം ഉണ്ടായ സമയത്തേ ഇത് പറയാമായിരുന്നു. പിന്നെ ഞാൻ അവനെ ബെഡ് മാറ്റി കിടത്തിയതും ഇതുകൊണ്ട് തന്നെയാണ്. 10-15 തവണ ഞാൻ അവനോട് പറഞ്ഞിട്ടും അവന് മാറ്റമൊന്നുമില്ലാത്തതുകൊണ്ടാണ് അവനോട് ഞാൻ ബെഡ് മാറാൻ പറഞ്ഞതും. അപ്പാനി ശരത്തും അക്ബറും ഒക്കെ കെട്ടിപ്പിടിച്ച് തന്നെ കിടക്കുന്നത്. ഞാൻ എല്ലാം നെഗറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ അതും എനിക്ക് തെറ്റായി തോന്നണ്ടേ? പക്ഷെ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ലല്ലോ. നെവീൻ്റെ പെരുമാറ്റം അങ്ങനെ അല്ല എന്നാണ് ഷാനവാസ് പറയുന്നത്. കൂടാതെ ഷാനവാസ് പറയുന്നത്, ഇത്തരത്തിലൊരു പ്രശ്നമായല്ലോ, എല്ലാവരും ഷാനവാസിനെ ഒറ്റപ്പെടുത്തി. അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ്റെ മുൻപിൽ വെച്ച് നെവീനോട് മാപ്പ് പറയാനായിരുന്നു എൻ്റെ തീരുമാനം. നിങ്ങളിപ്പോൾ വന്ന സ്ഥിതിക്ക് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇനി മാപ്പൊന്നും പറയുന്നില്ല. ഈ ഒരു ആരോപണവുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. കാരണം ഇത്രയും ക്യാമറകളുണ്ടല്ലോ, ഞാൻ പറയുന്നത് തെറ്റല്ലെന്ന് തെളിയിക്കാൻ ഈ ക്യാമറകൾക്ക് സാധിക്കുമെന്നാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത്. അപ്പോൾ ആദിലയും പറയുന്നുണ്ട്, എന്തിനാണ് ഇക്ക ഇതിന് മാപ്പ് പറയുന്നത്, മാപ്പൊന്നും പറയണ്ട എന്ന്. കൂടാതെ ഷാനവാസ് പറയുന്നത്, ഇന്ന് വൈകിട്ട് ക്യാപ്റ്റൻസി ടാസ്കിൽ ഷാനവാസ് ആദിലേനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്രയും വഴക്കുണ്ടായിട്ടും ഷാനവാസ് ആദിലേനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് അഭിലാഷ് കണ്ണുകൊണ്ട് അക്ബറിനെ കാണിക്കുന്നുണ്ടായിരുന്നു. അവർ വിചാരിച്ചില്ല നമ്മൾ ഇത്ര പെട്ടെന്ന് വീണ്ടും കൂട്ടാകുമെന്ന്. അക്ബറിനൊക്കെ ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി വളച്ചൊടിച്ച് അവനത് വലിയ പ്രശ്നമാക്കുമെന്ന്. എന്തായാലും ഇപ്പോൾ ആദിലയ്ക്ക് പറ്റിയ തെറ്റ് ഷാനവാസിനോട് സമ്മതിച്ചിരിക്കുകയാണ്. ആദില എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. 2 ദിവസമായി നെവീൻ്റെ പുറകെ നടന്ന് നെവീനെ കൺവീൻസ് ചെയ്ത് ഷാനവാസ് ചെയ്തത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. ഇപ്പോൾ ഷാനവാസിൻ്റെ ഒപ്പം വീണ്ടും ഉറച്ചു നിൽക്കുകയാണ്, നെവീനാണ് തെറ്റുകാരനെന്ന് പറഞ്ഞ്. നെവീനാണെങ്കിൽ ആദിലയ്ക്ക് തെറ്റ് മനസ്സിലാക്കി, അതുകൊണ്ടാണ് അവൾ സോറി പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ അവളോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുകയാണ് നെവീൻ ആദിലയോട് ക്ഷമിച്ചതിന് ബിന്നിയും അക്ബറും വരെ നമ്മുടെ നെവീനെ വഴക്കു പറഞ്ഞതുമാണ്. എനിക്ക് തോന്നുന്നു ആദില മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. അകത്തെങ്ങനെയാണ് പുറത്തെങ്ങനെയാണ് ഇമേജ് എല്ലാം മൊത്തത്തിൽ ആദിലയുടെ കയ്യിൽ നിന്ന് ഗെയിം പോയിരിക്കുകയാണ്.
നൂറയ്ക്കാണെങ്കിൽ ആദില ഈ കാരണം കൊണ്ട് എവിക്റ്റായി പോകുമോ എന്ന് വരെയും പേടിയുണ്ട്. അതുകൊണ്ടാണ് നൂറയും ആദിലേനെ നിർബന്ധിച്ച് ഷാനവാസിനെയും കൊണ്ട് സംസാരിപ്പിക്കുന്നതും കോംപ്രമൈസ് ആക്കുന്നതുമൊക്കെ. ഇനി നാളെ ഇത് നെവീൻ അറിഞ്ഞു കഴിഞ്ഞ് ഏത് രീതിക്കാകുമെന്ന് അറിയത്തില്ല. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിനെ ഓർത്തും ആദിലയ്ക്ക് നല്ല പേടിയുണ്ട്. നാളെ എന്തായാലും ലാലേട്ടൻ വരും, വീക്കെൻഡ് എപ്പിസോഡ് നടക്കും. നമ്മൾ കേട്ട റൂമർ ശരിയാണെങ്കിൽ ഷാനവാസ് നാളെ മെഡിക്കൽ റൂമിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസ് ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് നാളത്തെ ലൈവിന് വേണ്ടിയും വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടിയും കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.